എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. തീർച്ചയായിട്ടും നമ്മളൊക്കെ നല്ലൊരു ബിസിനസ് ആഗ്രഹിക്കുന്നുണ്ട്, നല്ലൊരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുക. ഒരു IT കമ്പനിയുടെ ബിസിനസ് അവസരമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഈ ഒരു പ്രോഗ്രാം ആദ്യം മുതൽ അവസാനം വരെ കേട്ടിട്ട് വേണം തീരുമാനമെടുക്കാൻ. എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ടൈം എടുത്ത് ഞാൻ പറയുന്നുണ്ടാകും. ഒരു IT കമ്പനി സ്വന്തമായി ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി. ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തണം, എല്ലാവരിലേക്കും എത്തണം. എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. ഈ പ്രൊഡക്റ്റ് എല്ലാവരിലേക്കും എത്തണമെങ്കിൽ നല്ലൊരു മാർക്കറ്റിംഗ് ഉണ്ടാകണം. ഒന്നുകിൽ സോഷ്യൽ മീഡിയ, ഗൂഗിൾ ത്രൂ, അല്ലെങ്കിൽ സെലിബ്രിറ്റികളെ വെച്ച്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അല്ലെ? അത്തരത്തിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം നല്ല രീതിയിൽ. എങ്ങനെയാണെങ്കിലും അതിന് അതിൻ്റെതായ റൂട്ടുണ്ട്. ഇപ്പൊ ഒരു സെലിബ്രിറ്റികളെ വെച്ച് ആ പ്രൊഡക്റ്റ് ലോകത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ 1, 2, 3 ആളുകളുടെ വീട്ടിലേക്ക് അതിന്റെ പ്രോഫിറ്റ് എത്തും. അല്ലെങ്കിൽ ഗൂഗിൾ വഴിയാണെങ്കിൽ അതിലേക്ക് കൂടുതൽ കാശും അതിലേക്ക് പോകും. സോഷ്യൽ മീഡിയ ത്രൂ ഒക്കെ ആണെങ്കിൽ അത്തരത്തില് അതിന്റെ ടേൺ ഓവറിൽ നിന്ന് നല്ലൊരു ശതമാനം അതിലേക്ക് പോകും. ഇവിടെ പറയാൻ പോകുന്ന കമ്പനി ഉണ്ടല്ലോ, ഒരു 26ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഒരു IT കമ്പനി. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒക്കെ ഒരുപാട് ചെറുതും വലുതുമായ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കൊക്കെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളും മൊബൈൽ ആപ്ലിക്കേഷനും നിർമ്മിച്ച് സർവീസ് കൊടുക്കുന്ന ഒരു IT കമ്പനി സ്വന്തമായി ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. എന്താണ്? നമ്മളെ കയ്യിൽ ഇങ്ങനെ കിട്ടുന്നതല്ല കേട്ടോ, ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. നമ്മളൊരു IT കമ്പനിയുടെ പ്രോഗ്രാമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ ഭാഷകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന, ഏത് കുട്ടികൾക്കും എത്ര ഏജുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന 16ഓളം ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ്, ഒരു ആപ്ലിക്കേഷൻ കമ്പനി സ്വന്തമായി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട്. നമ്മുടെ മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, പേഴ്സണാലിറ്റി, അങ്ങനെ A to Z കാര്യങ്ങൾ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. എങ്കിൽ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ വരുമാനം എത്രയാണ്, നമ്മുടെ ചെലവുകൾ എത്രയാണ്, ഇത് നമ്മൾ അറിയണം, അറിഞ്ഞിരിക്കണം. കറക്റ്റ് അല്ലേ? എങ്കില് എങ്ങനെ ഉപയോഗിക്കണം എന്നിവരെ കൃത്യമായി കൊടുത്തുകൊണ്ട് എങ്ങനെ ഓരോ സ്റ്റെപ്പ് ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ സെലക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആദ്യം വേണ്ടത് എന്താണോ, സാമ്പത്തിക അച്ചടക്കം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഈ കമ്പനി മാർക്കറ്റിൽ അവതരിപ്പിക്കുക. ഒരു ഫോളോ അപ്പിലൂടെ എല്ലാവരിലേക്കും ഇത് എത്തിക്കണം. അത് നമ്മളിലൂടെ ആകുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ നല്ലൊരു ശതമാനം ആരാണോ മാർക്കറ്റ് ചെയ്യുന്നത് അവരിലേക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ കമ്പനി നമുക്ക് തരുന്നത്. കൃത്യമായി പ്രൊഡക്റ്റ്, കൃത്യമായി പ്ലാന്, ഫുള്ള് ക്ലിയർ ആയിട്ടുള്ള ഒരു നല്ലൊരു ബിസിനസ് അവസരം. കൃത്യമായിട്ട് ഞാൻ A to Z കാര്യങ്ങൾ പറയാം. അപ്പൊ ഈ പ്രൊഡക്റ്റ് ലോകത്തിലേക്ക് എത്തണം, മാർക്കറ്റിലേക്ക് എത്തണം. അപ്പൊ ആ മാർക്കറ്റ് ചെയ്യുന്നവരിലേക്ക് വരുമാനം വേണ്ടേ, നല്ല രീതിയിൽ ഇൻകം കിട്ടേണ്ടേ? ആ ചെയ്യുന്നതിന് ഇന്ന് അറിയാം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വലിയ കാര്യമൊന്നുമല്ല, ഒരു കമ്പനി ഉണ്ടാക്കാനൊന്നും വലിയ കാര്യമില്ല. മാർക്കറ്റിംഗ് അത് വലിയൊരു കാര്യം തന്നെയാണ്, വലിയൊരു ടാസ്ക് തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ.
അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടണ്ടേ? വേണം. എന്താണ്? കൃത്യമായിട്ട് നോക്കാം. ഈ കമ്പനി സ്വന്തമായി ഉണ്ടാക്കിയ ഈ ഒരു ആപ്ലിക്കേഷൻ ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തിൽ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനായിട്ട് മാറുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ 85 മുതൽ 90% ഇത് മാർക്കറ്റ് ചെയ്യുന്നവരിലേക്കുള്ളതാണ്, പല ടൈപ്പ് ഓഫ് ഇൻകം ആയിട്ട്. അപ്പൊ കൊടുക്കാൻ പറ്റുന്ന ഇൻകം അല്ലേ? കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് തന്നെയാണ്, കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ് അല്ലേ? ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. എന്താണ് കമ്പനിയുടെ പ്രൊഫൈല്, എന്താണ് കമ്പനിയുടെ പ്ലാന്, എന്താണ് കമ്പനിയുടെ പ്രൊഡക്റ്റ്, കൃത്യമായി നമ്മൾ കേൾക്കണം. ഏതെങ്കിലും ഭാഗത്ത് കേട്ടത് കൊണ്ട് ഒന്നും മനസ്സിലാവില്ല. എങ്ങനെയാണ് കമ്പനിക്ക് വരുമാനം കിട്ടുന്നത്, കമ്പനി നമ്മളിലേക്ക് തരുന്നത്, ഏതെല്ലാം തരത്തിലാണ് തരുന്നത്, ഈ പറയുന്നതൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണോ, ഇതൊക്കെ നമ്മൾ അറിയണം അല്ലേ? ഇതൊന്നും കേൾക്കാതെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ന് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചും ഈ പ്രോഗ്രാമിനെ കുറിച്ചും കേട്ടവരുണ്ട് ഒരുപാട് മാർക്കറ്റിൽ. എങ്കിൽ എന്താണ് സേവ് ആപ്പ്, അതിനെ കുറിച്ച് ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. എന്താണ് ഇതിന്റെ പ്ലാന്, അതിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. എത്തണമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. ഒരു പൈസ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ, ഒരു പൈസ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യിപ്പിക്കാതെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം ഇതിനുള്ളിലുണ്ട്. കേട്ടാലല്ലേ അറിയുള്ളൂ. ഒരാളും ഒരു പൈസ കൊടുപ്പിക്കണ്ട എന്ന്, എന്നാലും കാശുണ്ടാക്കാൻ പറ്റും. നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അവസരം ഉണ്ടല്ലോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, ആരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാനല്ല പറയുന്നത്, ഈ പ്രൊഡക്റ്റ് ലോകത്തെ അറിയിക്കണം. നമുക്കറിയാം, നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കൃത്യമായി ശ്രദ്ധിച്ചോളൂ. നമ്മുടെ മുന്നിൽ കാണുന്ന ഗൂഗിൾ പേ നമുക്ക് ഫ്രീ ആണ്, ഫോൺ പേ ഫ്രീ ആണ്, പേടിഎം ഫ്രീ ആണ്, ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഫ്രീ ആണ് അല്ലേ? വലിയ രീതിയിൽ നമ്മൾ പറയുന്നില്ലേ ഫ്രീ ആണെന്ന്? ഫ്രീ തന്നെയാണ്, നമുക്ക് തരുന്ന സർവീസ് തികച്ചും ഫ്രീ ആണ്. പക്ഷേ അതിലൂടെ അവരുണ്ടാക്കുന്ന വരുമാനത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വേണ്ട. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, നമ്മൾ ഒരു IT കമ്പനി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ? ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ എക്സ്പെൻസ് ഉണ്ടോ? ചെറിയൊരു കാര്യമൊന്നല്ല അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് തരുമോ ഏതെങ്കിലും തരത്തിൽ വരുമാനം കാണാതെ? ഒരിക്കലും ഇല്ല. ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിന് ഏതെങ്കിലും തരത്തിൽ വരുമാനം കാണാതെ ഒന്നും നടക്കില്ല. ഇന്ന് എന്താണ് ഇവിടെ ഫ്രീ ഉള്ളത്? ഇല്ല. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? കൃത്യമായി ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകും. നമ്മുടെ ഈ കമ്പനിക്ക് 2 തരത്തിലാണ് വരുമാനം നമ്മളിലേക്ക് തരാൻ പറ്റുന്നത്. ഒന്ന്, ഈ കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മളും നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ കമ്പനിക്ക് ഒരു വരുമാനം കിട്ടുന്നു. ജിയോ കൊടുക്കുന്നുണ്ട്, എയർടെൽ കൊടുക്കുന്നുണ്ട്, VI കൊടുക്കുന്നുണ്ട്, BSNL കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ റീചാർജ് ചെയ്താൽ കമ്പനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അതാണ് നമ്മളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നോ കോസ്റ്റ്, ഒരു പൈസ ഒരാളും കൊടുപ്പിക്കണ്ട, എന്നാലും കിട്ടും വരുമാനം. അത് ഞാൻ പ്ലാനിൽ പറഞ്ഞുതരാം. അപ്പൊ ഒരു വരുമാനം അതാണ്. രണ്ടാമത്, ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്. ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞില്ല, പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. കമ്പനി സ്വന്തമായി തയ്യാറാക്കിയ ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഇത് മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോൾ, അത് റെഫർ ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ 85 മുതൽ 90% പല ടൈപ്പ് ഓഫ് ഇൻകം ആയിട്ട് ആരൊക്കെയാണോ മാർക്കറ്റ് ചെയ്യുന്നത് അവരിലേക്ക് ഷെയർ ചെയ്യാണ്. ഇങ്ങനെ 2 വരുമാനം. നമ്മുടെ വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന കാശാണ് കേട്ടോ ഈ മൊബൈൽ റീചാർജ്. ഇപ്പൊ ഞാൻ എന്നും പറയുന്നത് പോലെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമുക്ക് ഇതിനൊക്കെ റെക്കോർഡുകളൊക്കെ കേട്ടിട്ടുണ്ടാവും പല ആളുകളും. ഗൂഗിൾ പേ നമ്മുടെ വീട്ടിൽ നിന്ന് ഗൂഗിൾ പേയിലൂടെ നമ്മുടെ വീട്ടിൽ നിന്ന് മിനിമം 5 മൊബൈൽ റീചാർജ് ഉണ്ടെങ്കിൽ 35 രൂപ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് ഓരോ 28 ദിവസവും. അറിയോ നമുക്ക്? 35 രൂപ മിനിമം 5 മൊബൈൽ റീചാർജ് ഒരാളുടെ വീട്ടിലുണ്ടെങ്കിൽ.
അല്ലേ? എങ്ങനെ? 5 രൂപ വെച്ച് കൂട്ടിക്കോ. ഒരു മൊബൈൽ റീചാർജ് ഗൂഗിൾ പേയിലൂടെ ചെയ്യുമ്പോൾ ജിയോ കൊടുക്കുന്നു, എയർടെൽ കൊടുക്കുന്നു, VI കൊടുക്കുന്നു. ഉണ്ട്. 5 രൂപ ഞാൻ മിനിമം പറയുന്നത്. 5, 6, 7, 8, 9, 10 കൊടുക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. എങ്കിൽ 5 രൂപ വെച്ച് കൂട്ടിക്കോ. 5 × 5 25 രൂപ ആയോ? ഇത് കൂടാതെ 1 രൂപ 90 പൈസ വെച്ച് കൂട്ടി നോക്കൂ. എങ്ങനെ? കൂടുതൽ മേടിക്കുന്നില്ലേ? ഒരു റീചാർജ് ചെയ്യണമെങ്കിൽ 1 രൂപ 90 പൈസ നമ്മളിൽ നിന്ന് അധികമായിട്ട് വാങ്ങിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ 5 റീചാർജിന് 5 × 1 എത്രയാ? 10 രൂപ മിനിമം. 10ഉം 25ഉം 35 രൂപ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര കോടികളായിരിക്കും അല്ലെ കാശ്? ഫോൺ പേ 2 രൂപ വാങ്ങിക്കുന്നുണ്ട്. പേടിഎം 1 രൂപ മുതൽ 6 രൂപ വാങ്ങിക്കുന്നുണ്ട് ഓരോ റീചാർജിനുമെങ്കിൽ. 25 വർഷം കഴിഞ്ഞു. 26ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഈ സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി സ്വന്തമായി തയ്യാറാക്കിയ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ഒരു പൈസ പോലും നമ്മൾ അധികമായിട്ട് കൊടുക്കേണ്ടതില്ല. നമ്മൾ എത്ര രൂപയുടെ മൊബൈൽ റീചാർജ് ആണോ ചെയ്യുന്നത് അത് മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാം. 1 രൂപ 90 പൈസയും കൊടുക്കണം, 5 പൈസ എക്സ്ട്രാ കൊടുക്കേണ്ട നമ്മൾ ചെയ്യുന്ന റീചാർജ്. അത് മാത്രമാണോ? ഗൂഗിൾ പേക്കും ഫോൺ പേക്കും പേടിഎമ്മിനും മറ്റു പല കമ്പനികളുടെ ആപ്ലിക്കേഷനിലൂടെ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ അവർക്കെല്ലാം വരുമാനം കിട്ടുന്നത് പോലെ നമ്മുടെ സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിക്കും വരുമാനം കിട്ടുന്നു. ഇത് കിട്ടുന്നതിന് നമ്മളിലേക്ക് എന്താ കാര്യം നോക്കാം. നമ്മളും നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ഇപ്പോൾ ഏതെല്ലാം ആപ്ലിക്കേഷനിലൂടെയാണോ റീചാർജ് ചെയ്യുന്നത് അതൊന്നങ്ങ് മാറ്റിവെച്ച് ഇനി മുതൽ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ കമ്പനിക്ക് വരുമാനം കിട്ടും. ആ വരുമാനത്തിന്റെ 90% ഈ ആപ്പ് ആരൊക്കെയാണോ ഉപയോഗിക്കുന്നത്, ആരൊക്കെയാണോ മാർക്കറ്റ് ചെയ്യുന്നത് അവരിലേക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. നോ കോസ്റ്റ്. ഒരു പൈസ കൊടുക്കേണ്ട, കൊടുപ്പിക്കേണ്ട. എത്രത്തോളം കിട്ടും നോക്കാം. ഈ ഒരു കമ്പനിയുമായിട്ട്, ഈ ഒരു IT കമ്പനിയുമായിട്ട്, ഈ ഇന്റഗ്ര എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഈ കമ്പനിയുമായിട്ട് നമുക്ക് ഏതെല്ലാം തരത്തിൽ അസോസിയേറ്റ് ചെയ്യാം? ഏതെല്ലാം തരത്തിൽ? കമ്പനി പറയാണ് നിങ്ങൾക്കൊരു ഫ്രീ യൂസർ ആയിട്ട് കടന്നു വരാം. ഫ്രീ യൂസർ. ഈ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് റെഫർ ചെയ്ത് അവരെ കൊണ്ട് റീചാർജ് ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയാൽ നമുക്കൊരു പാസീവ് ഇൻകം കിട്ടും. നോ കോസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് ആക്റ്റീവ് യൂസർ. ഈ ആപ്ലിക്കേഷൻ തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് കടന്നു വന്ന് ബിസിനസ് ചെയ്യാം, വരുമാനം ഉണ്ടാക്കാം. ആക്റ്റീവ് യൂസർ 1 ടൈം പർച്ചേസ് ആണ് കേട്ടോ. ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി, അൺലിമിറ്റഡ് വരുമാനം. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ പേഴ്സണൽ മാനേജ്മെന്റ്, അത് നമ്മൾ വാങ്ങിച്ചു വരുന്നു. ചെറിയൊരു എമൗണ്ട് 1 ടൈം 3999 രൂപ പ്ലസ് 18% GSTക്ക് നമ്മൾക്ക് വാങ്ങിച്ചുള്ളിലേക്ക് വരാം. അങ്ങനെയും നമുക്ക് ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാം. മൂന്നാമത് ഇപ്പൊ ഫ്രീ യൂസർ കഴിഞ്ഞു, ആക്റ്റീവ് യൂസർ. പിന്നെ നമുക്ക് ഒരു ഫാമിലി ആയിട്ട് കടന്നു വരാം. ഫാമിലി ആയിട്ട് നമ്മുടെ ഫാമിലി ഒരുമിച്ച് നമുക്ക് ബിസിനസ്സിലേക്ക് കടന്നു വരാം. അങ്ങനെ കടന്നു വന്നിട്ട് നമുക്ക് ബിസിനസ് ചെയ്ത് അൺലിമിറ്റഡ് കാശ് ഉണ്ടാക്കാം. 3 പ്രൊഡക്റ്റ് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുക. കമ്പനി പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് എല്ലാവരിലേക്കും എത്തണം. ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിലും 10 പേരുണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കമ്പനി മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നത്. ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രം സാമ്പത്തിക അച്ചടക്കം ഉണ്ടായാൽ മതിയോ? പോരാ, എല്ലാവർക്കും വേണം. അതിനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇനി അതിന്റെ പ്രൊഡക്റ്റിന്റെ ഒക്കെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ഒരുപാട് ആളുകൾക്ക് അത് ഉപയോഗിച്ച് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എങ്കിൽ ആവശ്യക്കാർ ഒരുപാടുണ്ട്. അവരിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും നമുക്ക് കാണാം ഇതിനെ. ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ആയിട്ടും ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും മൊബൈൽ റീചാർജിലൂടെ ഒരു അൺലിമിറ്റഡ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടും ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് കടന്നു വരാം. എങ്കിൽ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് കടന്നു വരുന്നു 3 ആപ്ലിക്കേഷൻ ഒരുമിച്ച് വാങ്ങിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രീ യൂസർ, ആക്റ്റീവ് യൂസർ, ഫാമിലി യൂസർ. നെക്സ്റ്റ്, എന്താണ് ഫ്രീ യൂസർ, എന്താണ് ആക്റ്റീവ് യൂസർ, ഫാമിലി യൂസർക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ച് നോക്കാം.
ശ്രദ്ധിച്ചോളൂ. ഏതൊരു വ്യക്തിയും ആദ്യം ഇതിലേക്ക് കടന്നു വരുമ്പോ ഫസ്റ്റ് ചെയ്യുന്നത് രജിസ്ട്രേഷൻ ആണ്, അല്ലേ? ഒരു സ്പോൺസർ ഉണ്ടാകും. ആ സ്പോൺസറുടെ റഫറിൽ നമ്മൾ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞാലോ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, നമുക്കത് ഉപയോഗിക്കാം. ഫ്രീ യൂസർ ആണെങ്കിൽ മൊബൈൽ റീചാർജും DTHഉം അവർക്ക് ലൈഫ് ടൈം ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് തന്നെ റെഫർ ചെയ്ത് അതിലൂടെ മൊബൈൽ റീചാർജിന്റെ ബെനിഫിറ്റ് ഒക്കെ എൻജോയ് ചെയ്യാം. ഫ്രീ യൂസർക്ക് മൊബൈൽ റീചാർജും DTHഉം ലൈഫ് ടൈം ഉപയോഗിക്കാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു മാസം അവർക്ക് ഉപയോഗിക്കാം. നമ്മുടെ വരവ് എത്രയാണ്, ചെലവ് എത്രയാണ്, നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ്, വാലറ്റ് എത്രയാണ്, നമ്മുടെ ടാസ്ക്, അസറ്റ്, ലൈബ്രറി, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതിൽ. അതൊക്കെ നമുക്ക് ഒരു മാസം നമുക്ക് ഫ്രീ യൂസർക്കൊക്കെ അത് ഉപയോഗിച്ച് നോക്കാം. അതെല്ലാം ഉപയോഗിച്ച് അത് നല്ലതാണെങ്കിൽ അവർക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത് ആക്റ്റീവ് യൂസർ ആയവർക്ക് മാത്രമാണ് അത് കണ്ടിന്യൂ ലൈഫ് ടൈം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കൃത്യമായിട്ട് ആക്റ്റീവ് യൂസർ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ലൈഫ് ടൈം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഫ്രീ യൂസർക്ക് ബിസിനസ് ചെയ്യാൻ കാശ് ഉണ്ടാക്കാം, അതിനൊന്നും ഒരു തടസ്സമില്ല. പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ 1 മന്ത് കഴിഞ്ഞാൽ മൊബൈൽ റീചാർജും DTHഉം ഒഴിച്ച് ബാക്കി ഉപയോഗിക്കണമെങ്കിൽ ആക്റ്റീവ് യൂസർക്ക് പറ്റുള്ളൂ. അതിന് അത്രയും വാല്യൂ ഉള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞാല് നമുക്ക് അതിലൂടെ മൊബൈൽ റീചാർജും DTHഉം ചെയ്ത് പ്രോഗ്രാം ആരംഭിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസിന്റെ ഒരു പ്രോഫിറ്റിനെ കുറിച്ച് പറയാം. ഏതൊരു വ്യക്തിയും ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ കമ്പനി നമുക്ക് 50 രൂപ രജിസ്ട്രേഷൻ ബോണസ് ആയിട്ട് തരികയാണ്. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റിൽ ഒരു 50 രൂപ ബോണസ് തരികയാണ്. അത് കഴിഞ്ഞാല് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു, അതിലൂടെ ഏതെങ്കിലും ഒരു എമൗണ്ടിന്റെ റീചാർജ് ചെയ്യാണ് ഫസ്റ്റ് റീചാർജ് ആയിട്ട്. ഈ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് റീചാർജ് ചെയ്യാണ് സേവ് ആപ്പിലൂടെ. അപ്പൊ നമുക്ക് കമ്പനി ഒരു 49 രൂപ കൂടി എന്ത് തരികയാണ്, ക്യാഷ് ബോണസ് തരികയാണ്. അപ്പൊ ഇതിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് 99 രൂപ കിട്ടി. അതുകൂടാതെ ഒരു 500 പർച്ചേസ് പോയിന്റ് തരികയാണ് കമ്പനി. 500 പർച്ചേസ് പോയിന്റ് കിട്ടും. ആ പർച്ചേസ് പോയിന്റിനെ കുറിച്ച് ലാസ്റ്റ് ടൈം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതുകൂടാതെ നമുക്ക് ക്യാഷ് ബാക്ക് ഉണ്ട്. നമുക്ക് എത്ര മൊബൈൽ റീചാർജ് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടില് ഗൂഗിൾ പേയിലൂടെ നമ്മുടെ വീട്ടിലുള്ള ഫാമിലിക്കൊക്കെ റീചാർജ് ചെയ്യുന്നില്ലേ, 1, 2, 3, 4, 5 ഒക്കെ. അതേപോലെ ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് റീചാർജ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോ ഓരോ റീചാർജിനും കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 20% നമുക്ക് ക്യാഷ് ബാക്ക് ഉണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ഒരു 299 രൂപ കൂട്ടിക്കോളൂ. അത് ചെയ്യുമ്പോൾ ഒരു 7 രൂപ കമ്പനിക്ക് വരുമാനം മിനിമം. 7, 8, 9 ഒക്കെ ആവാം. 7 രൂപ കൂട്ടിക്കോളൂ. 7 രൂപയുടെ ലാഭം കിട്ടുമ്പോൾ അതിന്റെ 20% എത്രയാ, 1.40. ആ 1.40 ഗൂഗിൾ പേക്ക് കൊടുക്കുന്ന 1.90 അത് കൊടുക്കും വേണ്ട, അല്ലെങ്കിൽ ഫോൺ പേക്ക് കൊടുക്കും വേണ്ട. ഇതാണ് 1.40 നമുക്ക് മിനിമം അവിടെ കിട്ടി. അങ്ങനെ എത്ര റീചാർജ് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. ഇത് കൂടാതെ നമുക്ക് കിട്ടിയ ഈ ഒരു അവസരം ഉണ്ടല്ലോ, നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇനിയാണ് ഇതിന്റെ ബ്യൂട്ടി കിടക്കുന്നത്. ഒരാളടുത്തുനിന്നും ഒരു കാശ് വാങ്ങിക്കാനോ ഒരാളെ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യിപ്പിക്കാനോ അല്ല പറയുന്നത്. കേട്ടോളൂ, നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. അവരെല്ലാവരും മൊബൈൽ റീചാർജ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഫാമിലി ഉണ്ട്, അവർക്കൊക്കെ ഫ്രണ്ട്സുകളുണ്ട്. അവരെല്ലാം റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ജോലി സ്ഥലത്ത് നമ്മുടെ കൂടെ 4 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ 4 പേർക്കും ഫോണുണ്ട്, അവർക്കും റീചാർജ് ഉണ്ട്, അവർക്കും ഫാമിലി ഉണ്ട്, അവർക്കും ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ, നമ്മളൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ നമുക്ക് വലിയ ടീമുണ്ടെങ്കിൽ, അവരൊക്കെ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അവരെല്ലാം റീചാർജ് ചെയ്യുന്നുണ്ട്, അവർക്കും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ, അത് മാത്രമല്ല ഇത്രയും ക്വാളിറ്റി ഇത്രയും ക്വാണ്ടിറ്റി ഉള്ള നമുക്ക് എത്രത്തോളം കണക്ഷൻസ് ഉണ്ടെങ്കിൽ
സിമ്പിളായിട്ട് ശ്രദ്ധിച്ചോളൂ, അല്ലെ? സിമ്പിളായിട്ട് ഞാൻ പറയാം. നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് മൊബൈൽ റീചാർജ് എങ്കിൽ നമുക്ക് ഡയറക്റ്റ് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? ഒരാൾക്കാണോ? 2 പേർക്കാണോ? 10 പേർക്കാണോ? 100 പേർക്കാണോ? എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും നേരിട്ട് ഡയറക്റ്റ്? നമ്മൾ ഡയറക്റ്റ് നമ്മുടെ റഫറൽ ലിങ്ക് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. നമ്മുടെ റഫറൽ ലിങ്ക് കൊടുക്കുക, രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുക, ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക, അതിലൂടെ മൊബൈൽ റീചാർജ് ചെയ്യിപ്പിക്കുക, അവരുടെ റഫറൽ ലിങ്ക് എടുത്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. ഇതാ പറയുന്നത്. ഒരു 10 രൂപ പോലും വാങ്ങിക്കാനല്ല പറയുന്നത്. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് എത്ര പേർക്കാണോ കൊടുക്കുന്നത് അതെല്ലാം നമ്മുടെ ഒന്നാമത്തെ ലെവലാണ്, ഒന്നാമത്തെ ജനറേഷനാണ്, ഫസ്റ്റ് ലെവലാണ്. നമ്മൾ ഡയറക്റ്റ് എത്ര പേർക്കാണോ കൊടുക്കുന്നത്, ഒരാളായാലും 10 പേരായാലും 100 പേരായാലും, അവരിൽ നിന്ന് ആരംഭിക്കുന്ന 20 ലെവൽ നമുക്ക് ലെവൽ ഇൻകം കിട്ടുകയാണ്, ജനറേഷൻ ഇൻകം കിട്ടുകയാണ്. 20 ലെവൽ നമ്മൾ ഡയറക്റ്റ് എത്ര പേർക്ക് കൊടുക്കുന്നു, അവരിൽ നിന്ന് ആരംഭിക്കുന്ന 20 ലെവൽ നമുക്ക് ബെനിഫിറ്റ് ആണെന്ന്. എങ്ങനെ? കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 1% ഒന്നാമത്തെ ലെവലിലും, 2ാമത്തെ ലെവലിലും, 3ാമത്തെ ലെവലിലും, 4ാമത്തെ ലെവലിലും, അങ്ങനെ 20 ലെവലിലും ഓരോ ശതമാനം വെച്ച് ടോട്ടൽ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ 20% ഫ്രീ യൂസർക്ക് എൻജോയ് ചെയ്യാം. ഒരു ഉദാഹരണം പറയാം. ഇത്രയും ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാനുള്ള അവസരം ഉണ്ടല്ലേ. നമ്മള് ഒരു 2 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കാന്ന് കൂട്ടിക്കും. 2 പേർക്ക്, വെറും 2 പേർക്ക്. ആ 2 പേർക്ക് കൊടുത്തിട്ട് ആ 2 പേര് ഈ 2 പേർക്ക് കൊടുക്കുന്നു. അപ്പൊ 4 പേരായി അല്ലെ? ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്. വീണ്ടും വീണ്ടും എടുത്ത് പറയാണ്. നമ്മൾ 2 പേർക്ക് കൊടുക്കുന്നു, ആ 2 പേര് ഈ 2 പേർക്ക് കൊടുക്കുന്നു, അപ്പൊ 4 പേരായി. ആ 4 പേര് ഈ 2 പേർക്ക് കൊടുക്കുന്നു, 8 പേരായി. ആ 8 പേര് ഈ 2 പേർക്ക് കൊടുക്കുമ്പോ 16 പേരായി അല്ലെ? ഇങ്ങനെ 2 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് ഈ വരുന്ന എല്ലാവരെ കൊണ്ടും ഓരോ മൊബൈൽ റീചാർജ് ഈ സേവ് ആപ്പിലൂടെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ 20 ലെവൽ ടീം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 1,46,800 രൂപ എല്ലാ 28 ദിവസം കൂടുമ്പോഴും മിനിമം ഓരോ മാസത്തിലും റീചാർജ് ഉള്ള കാലത്തോളം കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ വീണ്ടും പറയണം റീചാർജ് ചെയ്തോ എന്ന് പറയണോ? വേണ്ട. കൃത്യമായിട്ട് പറയാണ്, നമുക്ക് എത്രത്തോളം ആളുകൾക്ക് ഈ അവസരം കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം ഈ കമ്പനി സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി നമ്മളിലേക്ക് തരികയാണ്. ഇവിടെ ഓപ്പൺ ആയിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ആർക്കെങ്കിലും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? നമ്മൾ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കാശ് മേടിക്കണോ? ആരോടെങ്കിലും നിങ്ങൾ വന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യൂ കുറെ കാശ് കിട്ടുമെന്ന് പറയണോ? വേണ്ട. നമ്മൾക്ക് വരുമാനം വേണമെങ്കിൽ, അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ വേറെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വേറെ നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ബിസിനസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ? ചിന്തിച്ചു നോക്കൂ. നമ്മുടെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും കൊണ്ടുപോകുന്ന കാശാണിത്. എത്ര കോടികളാണെന്നറിയോ? ഇന്നലെ മിനിയാന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഓരോ പേജ് വന്നിട്ട് അല്ലെ, ചെറിയ കാശ് റീചാർജിന് കൂട്ടിയപ്പോ തന്നെ എത്രായിരം കോടിയാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് പോകുന്നത്. കറക്റ്റ് അല്ലേ? എങ്കിൽ റീചാർജ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ നേരിട്ട് കൊടുത്ത് 20 ലെവലില് എത്രത്തോളം കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നു, അവരെല്ലാം റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഒരു പാസീവ് ഇൻകം. ഒരു പൈസ പോലും നോ കോസ്റ്റ്, ഒരു പൈസ പോലും കൊടുക്കേണ്ട ഇത് ഈ അക്കൗണ്ടിലേക്ക് കിട്ടണമെങ്കിൽ. അതേപോലെ റൈറ്റ് വരണം, ലെഫ്റ്റ് വരണം, എന്നാലേ ഇൻകം കിട്ടുള്ളൂ. 10 പേരെ റെഫർ ചെയ്യണം. അങ്ങനെ 20 ലെവലിൽ എത്തിയാലേ നമുക്ക് ആ കാശ് കിട്ടുള്ളൂ. ഒന്നുമില്ല കേട്ടോ. മിനിമം 250 രൂപ കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. മിനിമം 250 രൂപ കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. അത് കിട്ടാൻ വേണ്ടി ആക്ടിവേഷൻ കോസ്റ്റ് ഒന്നും കൊടുക്കേണ്ട. ഓക്കെ, ഇതാണ് ഒരു ഫ്രീ യൂസർ. ഇനി നമ്മൾക്ക് വരുമാനം വേണം, നമുക്ക് ബിസിനസ് വേണം, നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം, നല്ല ഒരു അടിത്തറയുണ്ട്, എവിടെയും പോയി പറയാൻ പറ്റുന്ന കമ്പനിയുടെ പ്രൊഫൈലുണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ആക്റ്റീവ് യൂസറായിട്ട് കടന്നു വരികയാണ്.
3999 രൂപ പ്ലസ് GST കൊടുത്ത് ടോട്ടൽ 4719 രൂപയ്ക്ക് ഈ ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങിക്കാം, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം, നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം, UPI ഉപയോഗിക്കാം. ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നമ്മളത് പർച്ചേസ് ചെയ്യുന്നു. സ്പോട്ടിൽ അതിന്റെ GST ബില്ല് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒന്നുകിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ saveapp.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നും നമുക്ക് മേടിക്കാം, വാങ്ങിക്കാം ഈ പ്രൊഡക്റ്റ്, ഈ ആപ്പ്. എങ്കിൽ അങ്ങനെ നമ്മൾ വാങ്ങിച്ചു, നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയുടെ ഒരു ആക്റ്റീവ് യൂസർ ആവുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞു. ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ലൈഫ് ടൈം നമുക്ക് ഉപയോഗിക്കാം. അതുകൂടാതെ ഒരു മിനി വെബ്സൈറ്റ് കമ്പനി ഗിഫ്റ്റ് ആയിട്ട് തരികയാണ്. ലൈവാണ് കേട്ടോ, ഇതൊക്കെ ഒന്നും വരാൻ പോകുന്നതല്ല. കമ്പനി നമുക്ക് ഒരു ആക്റ്റീവ് യൂസർ ആയതിന്റെ പേരിൽ ഒരു മിനി വെബ്സൈറ്റ്, ഒരു ഡിജിറ്റൽ വെബ് കാർഡ് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് തരികയാണ്. എന്താണെന്നറിയോ അതുകൊണ്ടുള്ള ഉപയോഗം? നമ്മളൊരു IT കമ്പനിയിലേക്ക് ഒരു ആക്റ്റീവ് യൂസർ ആയിട്ട് വന്നു. കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്താണോ, നിങ്ങൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് എന്താണോ, അതിനെ ഫാസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏതെങ്കിലും കമ്പനി ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടേതായ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെ ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനി വെബ്സൈറ്റ് കമ്പനി നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരികയാണ്. ഒരു ആക്റ്റീവ് യൂസർ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കമ്പനിയുടെ ലോഗോ, ആ കമ്പനിയുടെ A to Z കാര്യങ്ങൾ, പ്രൊഫൈൽ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കാം. ആ കമ്പനിയുടെ ലൊക്കേഷൻ കൊടുക്കാം. ആ കമ്പനിയുടെ പേയ്മെന്റ് ഇൻഫർമേഷൻ, ഗൂഗിൾ പേ നമ്പർ, ഫോൺ പേ നമ്പർ, QR കോഡ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുക്കാം. അതുകൂടാതെ അതിന്റെ വീഡിയോസുകൾ അതിൽ കൊടുക്കാം. അതുകൂടാതെ പ്രൊഡക്റ്റിന്റെ ഫോട്ടോസുകളും അതിന്റെ പ്രൈസുകളും അതിന്റെ ഓഫർ പ്രൈസും അതിന്റെ ഇൻഫർമേഷൻ, അങ്ങനെ A to Z കാര്യങ്ങൾ കൊടുക്കാം. നമ്മുടെ സോഷ്യൽ മീഡിയ ലിങ്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ കൊടുക്കാം. അങ്ങനെ നമുക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു മിനി വെബ്സൈറ്റ് നമുക്ക് തന്നെ ഡെയിലി ബേസിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ തന്നെ ആയിരിക്കും അതിന്റെ അഡ്മിൻ. കമ്പനി നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരികയാണ്, നിങ്ങൾ ഈ കമ്പനിയുടെ ഒരു ആക്റ്റീവ് യൂസർ ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇത് കൂടാതെ ഒരു 4500 പർച്ചേസ് പോയിന്റ്. എത്രയാ? 4500 പർച്ചേസ് പോയിന്റ്. അതുകൂടാതെ ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. തികച്ചും നമ്മളൊരു ആക്റ്റീവ് യൂസർ ആയിട്ട് കടന്നു വന്നു, നമുക്കിതെല്ലാം കിട്ടി. കമ്പനി പറയാണ് നിങ്ങൾക്കൊരു ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇതെല്ലാം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം, കാശുണ്ടാക്കാം. എത്ര വേണമെങ്കിലും, എത്ര പേർക്ക് വേണമെങ്കിലും ഈ കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഇവിടെ ആളെ ചേർക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. പക്ക ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ആവശ്യക്കാർക്ക് പ്രൊഡക്റ്റ് എത്തിക്കുക. എന്ത്? പേഴ്സണൽ മാനേജ്മെന്റ്. അതേപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം, അല്ലേ? TV വന്നിട്ട് സെലിബ്രിറ്റികൾ വന്ന് പറയുന്നു ഒരുപാട് പ്രൊഡക്റ്റുകൾ, അല്ലേ? കാണാറില്ലേ? ഒരുപാട് ഡിജിറ്റൽ പ്രൊഡക്റ്റ്, ചീട്ട് കളിക്കുന്ന ആപ്ലിക്കേഷനും അതും ഇതൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. അവരൊക്കെ ഇങ്ങനെ പറയുന്നു, നമ്മൾ മേടിക്കുന്നു, അല്ലേ? അവർ ചെയ്യുന്ന അവരുടെ ബിസിനസ് ആണ്. അതേപോലെ നമുക്കൊക്കെ സെലിബ്രിറ്റി ആവാം, നമുക്കൊക്കെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവാം, നമുക്കൊക്കെ ഇതിന്റെ നമ്മളിലൂടെ ഇത് മാർക്കറ്റ് ചെയ്യുമ്പോൾ, ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കാണ് ഇതിന്റെ വരുമാനം എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കമ്പനി ഏതെങ്കിലും കാലത്ത് തരാന്നല്ല പറയുന്നത്, വെരി നെക്സ്റ്റ് ഡേ. ഇന്ന് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ഒരാൾ പർച്ചേസ് ചെയ്താൽ ആർക്കാണോ അതിന്റെ പ്രോഫിറ്റ്, ആരാണോ അത് സപ്പോർട്ട് ചെയ്തത്, അവരിലേക്ക് നെക്സ്റ്റ് ഡേ കിട്ടുന്നതായിരിക്കും, അല്ലേ? ഇതിനുള്ളിൽ വന്നാലല്ലേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലേ? ശ്രദ്ധിച്ചോളൂ. നമ്മൾക്ക് 4719 രൂപയുടെ GST അടക്കം ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു. പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ, മിനി വെബ്സൈറ്റ്, 4500 പർച്ചേസ് പോയിന്റ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇതുകൂടാതെ നമ്മൾ ഇത് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് എത്രത്തോളം ആളുകൾക്ക് കൊടുത്തു, അതിൽ നിന്ന് ആരംഭിക്കുന്ന 20 ലെവലിനുള്ളിൽ എത്രത്തോളം കമ്മ്യൂണിറ്റി ഉണ്ട്, അവരെല്ലാം മൊബൈൽ റീചാർജ് ചെയ്യുമ്പോണ്ടല്ലോ കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ
2% 20 ലെവൽ കിട്ടും. നേരത്തെ ഞാൻ ഫ്രീ യൂസർക്ക് 1% 20 ലെവൽ പറഞ്ഞില്ലേ, അതിന്റെ ഡബിൾ ആയിരിക്കും നമ്മൾ ഒരു വൺ ടൈം പർച്ചേസ് ചെയ്തതിന്റെ പേരിൽ. നമ്മുടെ കമ്മ്യൂണിറ്റി മൊത്തം ഫ്രീ യൂസർ ആയാൽ മതി, കിട്ടും ഡബിൾ. എങ്കിൽ എന്തൊക്കെയാണ് പ്രോഫിറ്റ് നോക്കാം. നമ്മളിങ്ങനെ കടന്നു വന്നു, നമുക്ക് മുന്നിൽ കാണുന്ന എല്ലാവരോടും പറയാം അല്ലെ, ഇങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞൂടെ, കൊടുത്തൂടെ? എങ്കില് കമ്പനി പറയാണ് പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ. നിങ്ങൾ ഡയറക്റ്റ് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരാളെ ഈ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ആവശ്യക്കാരിലേക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 800 രൂപ റഫറൽ കമ്മീഷനായിട്ട് തരാം. നെക്സ്റ്റ് ഡേ ബാങ്ക് ടൈം അക്കൗണ്ടിലേക്ക് വന്നിരിക്കും 800 രൂപ. എത്ര പേര് വേണമെങ്കിലും റഫർ ചെയ്യാം, ഇൻറ്റു 800. അങ്ങനെ ഇത്ര കണ്ടീഷൻ, ഇത്ര പേര് അങ്ങനെ വരണം ഇങ്ങനെ വരണം ഒന്നുമില്ല, എത്ര പേർക്കും കൊടുക്കാം. പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്, ഓക്കെ, നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം, ഇൻറ്റു 800 റഫറൽ കമ്മീഷൻ. രണ്ടാമത് ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്. നമ്മുടെ ഡൗൺലൈനിൽ ആക്ടിവേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ലെവൽ ഇൻകം ഒരു അൺലിമിറ്റഡ് ഇൻകം ആണ്. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഇൻകം അല്ല. കൃത്യമായിട്ട് ശ്രദ്ധിച്ചു, നമ്മൾ ഡയറക്റ്റ് എത്ര പേർക്കാണോ കൊടുക്കുന്നത്, ഒരാളാവാം, 2 പേരാവാം, 3 പേരാവാം, 4 പേരാവാം, എത്ര പേർക്കാണോ ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ എത്ര പേർക്കാണോ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്, അവരിൽ നിന്ന് ആരംഭിക്കുന്ന 13 ലെവൽ നമുക്ക് ലെവൽ ഇൻകം കിട്ടുകയാണ്. 13 ലെവൽ. ഫസ്റ്റ് ലെവൽ ലെവൽ ഇൻകം എത്രയെന്നറിയോ? 50 രൂപ. സെക്കൻഡ് എത്രയെന്നറിയോ? 10 രൂപ. മൂന്നാമത് 20 രൂപ. നാലാമത് 30 രൂപ. അങ്ങനെ വീണ്ടും 10, 20, 30, വീണ്ടും 10, 20, 30, അങ്ങനെ വീണ്ടും 10, 20, 30. 13ാമത്തെ ലെവൽ വരുന്നത് 30 രൂപയാണ്. 30 രൂപ നമുക്ക് എത്ര പേര് വേണമെങ്കിലും കൊടുക്കാട്ടോ. ഞാനൊരു ഉദാഹരണം പറയാം, ഞെട്ടാൻ വേണ്ടി പറയല്ല കേട്ടോ. നമ്മള് ഈ കമ്പനിയുടെ ആക്റ്റീവ് യൂസറായിട്ട് കടന്നു വന്നു, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്ക് ഒരു 4 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, 4 പേർക്ക് ഈ അവസരം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, 4 പേര് ആവശ്യക്കാരും അത്യാവശ്യക്കാരും നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, ആ 4 പേർക്ക് ഈ IT കമ്പനിയുടെ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വൺ ടൈം പർച്ചേസ് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എത്ര പേര്? 4 പേർക്ക്. ഇതൊരു ഉദാഹരണം പറയാണ് കേട്ടോ. ഇവിടെ 4, 2, 5, 10 എന്നൊന്നും ഇല്ല കേട്ടോ. 4 പേരെ ചേർക്കുന്ന പരിപാടി, 4 ചേർക്കുന്ന പരിപാടി അല്ല ഇത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. നമ്മൾ 4 പേർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ 4 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു, ആവശ്യക്കാർക്കും അത്യാവശ്യക്കാർക്കും. അങ്ങനെ ആ 4 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 800 രൂപ റഫറൽ കമ്മീഷൻ കിട്ടുന്നു. 4 × 800 3200 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. ആ 4 പേരിൽ നിന്ന് ഫസ്റ്റ് ലെവൽ ലെവൽ ഇൻകം ആയിട്ട് 50 രൂപ വെച്ച് കിട്ടുകയാണ്. 50 × 4 എത്രയാ? 200 രൂപ. അപ്പൊ 3200 പ്ലസ് 200 3400 രൂപയായി. പ്ലസ് അടുത്തത് പറയാൻ പോകുന്ന ഒരു ഇൻകത്തിൽ നിന്ന് ഒരു 800 രൂപ കൂടി കിട്ടുന്നു. അപ്പൊ 3400 800 എത്രയായി? 4200 രൂപ. 4200 രൂപ. വെറും 4 പേർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ 4200 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടിക്കഴിഞ്ഞു. ആ 4 പേർക്കും അതേ അവസരമുണ്ട്, അവർക്ക് തുല്യമായിട്ടുള്ള അവസരമുണ്ട്. അവർക്കും പ്രൊഡക്റ്റ് കിട്ടി, GST ബില്ല് കിട്ടി, മിനി വെബ്സൈറ്റ് കിട്ടി, അവർക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവർക്ക് റീചാർജിന്റെ ലെവലിംഗ് ഉണ്ട്. അവർക്കും 4 പേരില്ലേ ലോകത്തിൽ, അവർക്കും 4 പേരെ റഫർ ചെയ്തുകൂടെ? അവർക്കും വരുമാനം വേണ്ടേ? എങ്കില് 4 പേർക്ക് കൊടുക്കുന്നു, ആ 4 പേര് 4 പേർക്ക് കൊടുക്കുന്നു. അങ്ങനെ വരുന്ന ഓരോരുത്തരും 4 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ, ഈ അവസരം കൊടുക്കുകയാണെങ്കിൽ, ഈ കമ്പനിയുടെ ഈ ഒരു ബിസിനസ്സിലേക്ക്, ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിലേക്ക്, അതല്ലെങ്കിൽ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് 4 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ, 4 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും 4 പേർക്ക് കൊടുക്കുന്നു. 13 ലെവൽ. 13 ലെവലിൽ ഒരു ടീം ഉണ്ടാക്കിയാൽ ഈ ലെവൽ ഇൻകത്തിന്റെ മാത്രം, റഫറൽ ഇൻകം പറയുന്നില്ല, ലെവൽ ഇൻകത്തിന്റെ മാത്രം സാധ്യത എന്ന് പറയുന്നത് 242 കോടി രൂപ ലെവൽ ഇൻകം മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ പ്ലാൻ.
ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു IT കമ്പനിയുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റിന്റെ വരുമാനം ആർക്ക് കൊടുക്കണം, എപ്പോ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഏതെല്ലാം തരത്തിൽ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? കമ്പനിയാണ്. പല ടൈപ്പ് ഓഫ് ഇൻകം ആയിട്ട് അല്ലേ? അപ്പൊ നമുക്ക് ഒരു തരം ഇൻകം, ഒരു തരത്തിലുള്ള ഇൻകം എന്ന് പറയുന്നത് റഫൽ കമ്മീഷനാണ്. രണ്ടാമത് തരുന്നത് 13 ലെവലിൽ ലെവൽ ഇൻകം ആണ്. ഒരു അൺലിമിറ്റഡ് ഇൻകം ആണ്. ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് എങ്കിൽ 4 പേർക്ക് കൊടുത്താൽ ഇങ്ങനെ കിട്ടുമ്പോ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഇത്രയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള നമുക്കൊക്കെ ഡയറക്റ്റ് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? ചിന്തിച്ചു നോക്കൂ അല്ലേ? അവസരമുണ്ട്. നമ്മൾ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ, കളിക്കുകയാണെങ്കിൽ, സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന, ഏത് കാലത്തും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇതിനുള്ളിലുള്ളത്. നമ്മൾ ഒരാളോടും കളവ് പറയേണ്ട ആവശ്യമില്ല. 800 രൂപ കിട്ടാൻ വേണ്ടി, ഒരു ജോയിൻ കിട്ടാൻ വേണ്ടി നമ്മൾ കളവ് പറയേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. കൃത്യമായി കമ്പനിയുടെ പ്രൊഫൈല് പറഞ്ഞു കൊടുക്കുക, എന്താണ് പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കുക, എന്താണ് പ്ലാന് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് കിട്ടൂടാ, തോന്നെ കാശ് കിട്ടൂടാ, അങ്ങനൊന്നും ജോയിൻ ചെയ്യിപ്പിക്കേണ്ട. കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. ആവശ്യക്കാർക്കും അത്യാവശ്യക്കാർക്കും കൊടുക്കുക. എങ്കിൽ കൃത്യമായി ശ്രദ്ധിച്ചോളൂ. മൂന്നാമത്തെ ബെനിഫിറ്റ്, നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ, നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, നമുക്കൊരു ടീം ബിൽഡിംഗ് കമ്മീഷനായിട്ട് കമ്പനി മൂന്നാമത്തെ ഇൻകം സ്റ്റാർട്ട് ചെയ്യാണ്. മൂന്നാമത്തെ ബെനിഫിറ്റ് കമ്പനി പറയുന്നു, മൂന്നാമത്തെ ബെനിഫിറ്റ് ടീം ബിൽഡിംഗ് കമ്മീഷൻ. അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ പറയുമ്പോൾ കൂടുതൽ ഉച്ചരിക്കുന്ന ഇതെന്താണ്, വാക്ക് എന്താണ്? ബൈനറി ഇൻകം അല്ലെങ്കിൽ മാച്ചിങ്, അങ്ങനെയൊക്കെ പറയുന്നു. ഇവിടെ ടീം ബിൽഡിംഗ് കമ്മീഷൻ. നമ്മളെ 2 ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്നു. അങ്ങനെ 2 ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ, റൈറ്റും ലെഫ്റ്റും ബിൽഡ് ചെയ്യുമ്പോൾ, ഓരോന്ന് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 400 രൂപ വെച്ച് കിട്ടുന്നു. ഓരോ മാച്ചിങ്ങിന് 400 രൂപ. അപ്പൊ ഒരു ദിവസം അതിന് മാത്രം ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, 10,000 രൂപ. ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ച വ്യക്തിക്ക്, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത വ്യക്തിക്ക് ഒരു ദിവസം ടീം ബിൽഡിംഗ് കമ്മീഷനായിട്ട് 10,000 രൂപ എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ഒരു മാസത്തില് 10,000 രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ 3 ലക്ഷം രൂപ മിനിമം എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി തുടക്കത്തിലാണ് നമുക്ക് 400 രൂപ കിട്ടുന്നത്. ആ 400 ഉള്ളത് നമ്മുടെ ബിസിനസ് ബിൽഡ് ആവുന്നതിനനുസരിച്ച് കമ്പനി നമുക്ക് 10% കൂട്ടും, പിന്നെ 20% കൂട്ടി തരും, പിന്നെ 30% കൂട്ടും, പിന്നെ 40% കൂട്ടും, പിന്നെ 50% കൂട്ടും. 400 ഉള്ളത് 600 രൂപയിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മുടെ ടീം ബിൽഡിംഗ് കമ്മീഷൻ. നെക്സ്റ്റ് 10,000 പറഞ്ഞ ലിമിറ്റ് പറഞ്ഞില്ല ഒരു പെർ ഡേ, അത് 15,000 രൂപയിലേക്കും എത്തുന്നുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ മൂന്നാമത്തത്, റഫൽ കമ്മീഷൻ, ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്, ടീം ബിൽഡിംഗ് കമ്മീഷൻ. നാലാമത്തത് ഇൻസെന്റീവ് ലോഡഡ് ബൈനറി. കമ്പനി പറയാണ്, നിങ്ങൾക്ക് 14 റാങ്ക് ഉണ്ട്. ആ 14 റാങ്കിൽ നിന്ന് നല്ലൊരു ഇൻസെന്റീവ് എൻജോയ് ചെയ്യാം എന്നുള്ളത്. ഓരോ റാങ്ക് എത്തുമ്പോൾ ഓരോ പേരുണ്ട്. ഓരോ റാങ്കിലെത്തുമ്പോൾ ഓരോ ടീം ബിൽഡിംഗ് കമ്മീഷൻ, അതോ അതിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഓരോ റാങ്കിലേക്ക് എത്തുമ്പോൾ ഇൻസെന്റീവ് ഉണ്ട്. ഒന്നാമത്തെ റാങ്ക് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. അപ്പൊ നമ്മളൊരു 4 ടീം ബിൽഡിംഗ് കമ്മീഷൻ, 4 ബൈനറി മാച്ച് ചെയ്യണം. അപ്പൊ നമുക്കൊരു 500 രൂപ ഇൻസെന്റീവ് തരും കമ്പനി. ആ 4ൽ നിന്ന് 12ലേക്ക് എത്തുമ്പോൾ നമ്മൾ കമ്പനിയിൽ സെക്കൻഡ് റാങ്ക് അച്ചീവർ ആകും, സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. അപ്പൊ നമുക്കൊരു 1000 രൂപ ഇൻസെന്റീവ് തരും. ഇതിനൊന്നും ടൈം ലിമിറ്റ് ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് എപ്പോ വേണമെങ്കിലും ആവാം, എപ്പോഴും ആവാം. ഒരു മാസത്തിൽ തന്നെ ഒന്നാമത്തെ റാങ്കും 2, 3, 4, 5 ഒക്കെ എത്താം. മൂന്നാമത് 12ൽ നിന്ന് 30ലേക്ക് എത്തുമ്പോ കമ്പനിയിലെ മൂന്നാമത്തെ റാങ്ക് മാർക്കറ്റിംഗ് ഓഫീസർ. അപ്പൊ നമുക്കൊരു 2000 രൂപ ഇൻസെന്റീവ്. വീണ്ടും 4ാമത്തെ റാങ്ക് എത്തുന്നു, 4000 രൂപ ഇൻസെന്റീവ്. 5ാമത്തെ റാങ്കിൽ എത്തുമ്പോ 10,000 രൂപ ഇൻസെന്റീവ്. 6ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ 20,000 രൂപ ഇൻസെന്റീവ്. 7ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ 40,000 ഇൻസെന്റീവ്. അങ്ങനെ പിന്നീട് 1.5 ലക്ഷം, 5, 10 അങ്ങനെ കൂടിയിട്ട് ടോട്ടൽ 14 റാങ്കിൽ
10 കോടി രൂപ ഇൻസെന്റീവ് മാത്രമായിട്ട് നമ്മുടെ ടീം ബിൽഡിംഗ് കമ്മീഷൻ വോളി ഉണ്ടല്ലോ, നമ്മളെ 2 ഓർഗനൈസേഷൻ പോണ വോളി ഉണ്ടല്ലോ, ആ ഒരേ ഒരു വോളിയത്തിന്റെ പേരിൽ ഇത് നമ്മളിലേക്ക് എത്തുന്നതായിരിക്കും. ഇതാണ് 4ാമത്തെ ഇൻകം. പിന്നെ ഞാൻ റീചാർജിന്റെ ഇൻകം പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു, ഇതെല്ലാം കേട്ടു. കമ്പനി എന്തിനാ വന്നിട്ടുള്ളത്? കമ്പനിയുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തണം, എല്ലാവരിലേക്ക് എത്തിക്കണം. ഇപ്പൊ നമ്മുടെ വീട്ടില് ശരിക്കും ശ്രദ്ധിച്ചോ, ഒരു ആപ്ലിക്കേഷൻ ഇപ്പൊ ഫേസ്ബുക്ക് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? ഒരു വീട്ടില് എത്ര പേര് വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്? എത്ര പേര് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ട്? അല്ലേ? അതിനൊക്കെ ഓരോ പർപ്പസ് ഉണ്ട്, അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നു, അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു സേവ് ആപ്പ് എന്ന് പറയുന്ന പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ വീട്ടിലെല്ലാവർക്കും വേണം, അത്യാവശ്യമുള്ളതാണ്. ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ കമ്പനി പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം ഞാൻ ഇന്നലത്തെ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇന്നലെ എന്റെ മോന്റെ പാരന്റ്സ് മീറ്റിങ്ങിന് പോയപ്പോ അവിടെ എല്ലാതും ഉണ്ട്, അവിടെ ഒന്നിനും കുറവില്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പുതിയ പുതിയ അപ്ഡേഷൻസ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പുതിയ പുതിയ ടെക്നോളജി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അവിടെ സ്കൂളിൽ. പക്ഷെ അവിടെ എന്തില്ല? ഞാൻ പറഞ്ഞു ഓരോരുത്തർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം എന്ന് പറഞ്ഞപ്പോ ഞാൻ എണീറ്റെന്ന് പറഞ്ഞ ഒറ്റ കാര്യമാണ്, നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ തന്നെ സാമ്പത്തിക അച്ചടക്കത്തെ കുറിച്ച് പഠിപ്പിക്കണം, അതിനുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ആരംഭിക്കണം. അല്ലേ? കറക്റ്റ് അല്ലേ? നമുക്ക് ആർക്കെങ്കിലും ഇന്ന് എവിടെയെങ്കിലും അത്തരം കാര്യങ്ങളുണ്ടോ? ഒരു സാമ്പത്തിക അച്ചടക്കം, അതിനെ നമ്മുടെ വരവ് എത്രയാണ്, ചെലവ് എത്രയാണ്, നമ്മൾ മക്കൾക്ക് ചെലവാക്കുന്ന കാര്യങ്ങൾ അവരറിയണം, ഇപ്പോൾ തന്നെ അറിയണം. ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ പറയുണ്ടായി. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടില് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഫാമിലിക്ക് ഉപയോഗിക്കാൻ വേണ്ടി 3 ആപ്ലിക്കേഷൻ നിങ്ങൾ വാങ്ങിച്ചാൽ, പർച്ചേസ് ചെയ്താൽ, 3 പ്രൊഡക്റ്റ് കമ്പനി പ്രൊഡക്റ്റ് മാർക്കറ്റിങ്ങിനാണ്, കമ്പനിക്ക് ഇത് എല്ലാവരിലേക്കും എത്തിക്കണം, അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെ 3 വാങ്ങിക്കുന്ന അവർ ഉപയോഗിച്ചില്ലേ? അതല്ല, ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ വാങ്ങിക്കുന്നത്, അല്ലേ? കൃത്യമായും അത് ഉപയോഗിച്ചാൽ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും, അതിലൊരു തർക്കമില്ല, ഒരു സംശയമില്ല. ഒരുപാട് ആളുകളുടെ ഫീഡ്ബാക്ക് ഇന്ന് മോർണിംഗ് 6 മണി മീറ്റിംഗിൽ നമ്മൾ കൃത്യമായി സംസാരിച്ചു. എത്രത്തോളം എക്സ്പീരിയൻസ് ആണ് ഓരോരുത്തർക്കും കിട്ടിയത് എന്നുള്ളത് കൃത്യമായി ഉപയോഗിക്കുമ്പോൾ. എങ്കിൽ നമ്മൾ 3 വാങ്ങിക്കുകയാണ്. 2 തരത്തിൽ ആളുകൾ അതിനെ കാണുന്നുണ്ട്, അതും ഞാൻ പറയാം. ഒന്ന് ഫാമിലിക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നവരുണ്ട്. മറ്റു തരത്തിൽ നോക്കുകയാണെങ്കിലോ ഈ പ്രൊഡക്റ്റിന്റെ ഈ ഒരു ബിസിനസ് പ്ലാന്റെ, ഈ കമ്പനിയുടെ ഈ ഒരു ബിസിനസ് പ്ലാന്റെ സാധ്യത, പവർ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ വരുമാനം ഏതായാലും ഇറങ്ങുകയാണ്, ഏതായാലും നമുക്ക് കാശുണ്ടാക്കണം, ഏതായാലും വരുമാനം ഉണ്ടാക്കണം, നല്ലൊരു ബിസിനസ് പ്ലാൻ ആണ് എന്നുള്ള രീതിയിൽ 3 ആപ്പ് വാങ്ങിക്കുന്നവരുണ്ട്, 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നവരുണ്ട്, ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ. കാരണം ഒരു ആപ്ലിക്കേഷൻ വാങ്ങിക്കുമ്പോൾ ഒരു പ്ലാറ്റ്ഫോമാണ് കിട്ടുന്നത്, ഒരു വർക്കിംഗ് ഐഡിയ ആണ് കിട്ടുന്നത്. അതിലൂടെ നമുക്ക് ഈ പറഞ്ഞ ഇൻകം ഒക്കെ ഉണ്ടാക്കാമെങ്കിൽ, ഇത്രയും ഇൻകം കിട്ടുന്ന ഒരു പ്രോഗ്രാമില് ഒരു ഫാമിലി പാക്കേജ് എടുക്കുമ്പോൾ 3 ID, 3 വർക്കിംഗ് ഐഡി, ഈ 3 വർക്കിംഗ് ഐഡിയിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ബെനിഫിറ്റും എൻജോയ് ചെയ്യാം. എങ്കിൽ നമ്മൾ നമ്മുടെ പേരില് 3 ആപ്ലിക്കേഷൻ മേടിക്കുകയാണ്, 3 ആപ്പ് മേടിക്കുന്നു, പ്ലേ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, സ്പോട്ടിൽ അതിന്റെ GST ബില്ല് കിട്ടുന്നു. ആ 3 ആപ്ലിക്കേഷൻ നമ്മുടെ വീട്ടിലോ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ലൈഫ് ടൈം അത് ഉപയോഗിക്കാം. 3 മിനി വെബ്സൈറ്റ് തരുന്നു, 14,500 പർച്ചേസ് പോയിന്റ് തരുന്നുണ്ട്, 3 വർക്കിംഗ് ഐഡി, അത് ഞാൻ പറഞ്ഞു. പിന്നെ അതുകൂടാതെ നമുക്ക് നമ്മുടെ ടീമില്, നമ്മളൊരു ഫാമിലി യൂസറായിട്ട് കടന്നു വന്നിട്ട് നമ്മുടെ ടീമിൽ എത്രത്തോളം ആളുകളുണ്ടോ, പ്രീ യൂസർ ആണെങ്കിലും ആക്റ്റീവ് യൂസർ ആണെങ്കിലും ഫാമിലി യൂസർ ആണെങ്കിലും അവരെല്ലാം മൊബൈൽ റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ, കമ്പനിക്ക് കിട്ടുന്ന റീചാർജിലൂടെ കിട്ടുന്ന വരുമാനത്തിന്റെ 3% റീചാർജിന്റെ ലെവൽ ഇൻകം 20 ലെവലിൽ അവർക്ക് കിട്ടും. 20 ലെവലില് 3% വെച്ച്. ചെറിയൊരു കാശല്ല കേട്ടോ, ഞാൻ പറയാം. നമുക്ക് ഒരു 2 പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട്, നമ്മൾ ഒരു ഫാമിലി യൂസർ ആയിട്ട്
നമ്മൾ 2 പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ആ 2 പേരിൽ നിന്ന് ആരംഭിക്കുന്ന എല്ലാവരും ഈ 2 പേർക്ക് കൊടുക്കുന്നു. അങ്ങനെ വരുന്ന എല്ലാവരും 4 മൊബൈൽ റീചാർജ് വീതം ചെയ്യുകയാണെങ്കിൽ ആരുടെ വീട്ടിലാണ് 4 മൊബൈൽ റീചാർജ് ഇല്ലാത്തത്? എല്ലാവരുടെ വീട്ടിലുണ്ട്. ഇനി ഇല്ലാത്ത ആളുകളോ? പുറത്തുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കാം. കാശ് മേടിച്ചിട്ട് 2 രൂപ എക്സ്ട്രാ കൊടുക്കുകയും വേണ്ട, അല്ലേ? കറക്റ്റ് അല്ലേ? നമുക്ക് ചെയ്തു കൊടുക്കാമല്ലോ. വരുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ഫ്രീ ആയിട്ട് ലിങ്ക് കൊടുക്കാനും രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കാനും ഡൗൺലോഡ് ചെയ്യിപ്പിക്കാനും റീചാർജ് ചെയ്യിപ്പിക്കാനും റെഫർ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ 2 പേർക്ക് കൊടുത്ത് 2 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും ഈ 2 പേർക്ക് കൊടുത്തിട്ട് 4 മൊബൈൽ റീചാർജ് വീതം ചെയ്യുന്ന ഒരു ഫോളോ അപ്പ് ഉണ്ടാക്കി ഒരു 20 ലെവൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയാൽ 17 ലക്ഷം രൂപ, എത്ര? 17.5 ലാക്ക് മൊബൈൽ റീചാർജിലൂടെ മാത്രം നമുക്ക് കിട്ടുന്നതായിരിക്കും. കേൾക്കാനൊക്കെ രസമുണ്ട്. ഇറങ്ങി കളിച്ച് പ്രവർത്തിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെന്റോ ആരോടെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും പറയേണ്ടി വരുമോ? എന്റെ കാശ് പറ്റിച്ചില്ലടാ നീ, അല്ലെ? അങ്ങനത്തെ ഒരു വാക്ക് ഇവിടെ കേൾക്കേണ്ടി വരില്ല. നമ്മൾക്ക് ഈ ഒരു കമ്പനിയിൽ 3 ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്ത് വന്നാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി അവിടെ കിടക്കുകയാണ്. നിങ്ങൾ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയാൽ മതി ഫ്രീ ആയിട്ട്. അങ്ങനെ 20 ലെവൽ കാത്തിരുന്നതിന് ശേഷമൊന്നുമല്ല കാശ് കിട്ടുന്നത്. 250 രൂപ കഴിഞ്ഞ അക്കൗണ്ടിലേക്ക് കിട്ടും. നമ്മളൊരു കമ്മ്യൂണിറ്റി 20 ലെവലിൽ എത്രത്തോളം ആളുകൾ ഉണ്ടാക്കാൻ പറ്റും? നമ്മൾ ഒറ്റയ്ക്കാണോ? നമ്മൾ 2 പേർക്ക് കൊടുത്ത്, ഞാൻ ഇന്ന് ലാസ്റ്റ് ടൈം ഞാൻ സ്ക്രീൻ കാണിച്ചു തരാം. വരുമാനം കിട്ടുന്നതിന്റെ ഓരോരുത്തരുടെ ഈ തുടക്കത്തില് സ്ക്രീനിൽ ഞാൻ കാണിക്കാം, ലൈവായിട്ട് കാണിക്കാം. എന്താണ് റെഫർ ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ? ഈ പറഞ്ഞ റെഫർ ഇൻകം കിട്ടിയിട്ടുണ്ടോ? ലെവൽ ഇൻകം കിട്ടിയിട്ടുണ്ടോ? മാച്ചിങ് കിട്ടുന്നുണ്ടോ? ഇൻസെന്റീവ് കിട്ടുന്നുണ്ടോ? ക്ലബ് ബോണസ് കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ കാണിക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഈ 2 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഇൻകം 4 റീചാർജ് വീതം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇത്ര കിട്ടുമ്പോൾ നമ്മൾക്ക് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു നോക്കൂ. ആരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാനല്ലല്ലോ പറയുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇനി മുതൽ ഇതിലൂടെ ചെയ്യൂ എന്നുള്ളത് പറയാൻ തയ്യാറായാൽ, നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ കിട്ടുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത്. 2024 ജനുവരി 13 മുതൽ നമുക്കൊക്കെ ഒരു പാസീവ് ഇൻകം കിട്ടുന്ന രീതിയിലുള്ള ഈ ഒരു പ്രോഗ്രാം മാർക്കറ്റിൽ അവതരിപ്പിക്കുക. കമ്പനി 26 വർഷമായി. സേവ് ആപ്പ് ഏകദേശം 2021 ലാസ്റ്റ് മുതൽ മാർക്കറ്റിലുണ്ട്. അതിന്റെ ടെസ്റ്റ് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ 2024 ഫുള്ളായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എത്തി നോക്കിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. അതാണ് സത്യം. എന്താണ് പ്രൊഡക്റ്റ് പ്ലാൻ മനസ്സിലാക്കിയിട്ടില്ല. എങ്കിൽ 3 ആപ്ലിക്കേഷൻ ഒരുമിച്ച് വാങ്ങിച്ച് വരുന്ന വ്യക്തിക്ക് ഒരു നോൺ വർക്കിംഗ് ഇൻകം കൂടി കാത്തിരിക്കുകയാണ്. കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വന്നത് കൊണ്ട് കിട്ടുന്നതല്ല കേട്ടോ. നമ്മൾ ഈ കമ്പനിയുടെ 3 ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാനും ബിസിനസ് ചെയ്യാനും നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. നമുക്കറിയാം ഇതിന്റെ 85 മുതൽ 90% നമ്മൾ പല ടൈപ്പ് ഓഫ് ഇൻകം ആയിട്ട് നെക്സ്റ്റ് ഡേ കൊടുക്കുകയാണ്. ഒരാളുടെ കാശും ഒരു പൈസ പോലും കമ്പനി വാങ്ങിച്ചു വെക്കുന്നില്ല. ഉണ്ടോ? നോക്കിക്കോളൂ. 11,997 രൂപ പ്ലസ് 18% GST, ടോട്ടൽ 14,157 രൂപ. 11,997 രൂപ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ആണ് 11,997. അതിന്റെ 3 പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോ അതിന്റെ 85 മുതൽ 90% നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തവർക്ക് അതിന്റെ ഇൻസെന്റീവ് ആയിട്ടും സെയിൽസ് കമ്മീഷനൊക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞു. ഒരു പ്രൊഡക്റ്റിന് ചെറിയൊരു കാശ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് സ്വന്തം, വേറെ ആരേറ്റും ഒരു കണക്റ്റോ കമ്മിറ്റ്മെന്റോ കാര്യമൊന്നുമില്ല. ഒരു ചെറിയൊരു കാശ് കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റ്. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്നത് നോക്കണം. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഈ കമ്പനിയിൽ ഫാമിലി പാക്കേജ് എടുത്ത് അതോ 3 ആപ്ലിക്കേഷൻ ഒരുമിച്ച് പർച്ചേസ് ചെയ്ത് ഇതിനുള്ളിലേക്ക് കടന്നു വരുന്നു. ആ ഒരു സ്പീഡിനനുസരിച്ച് സീനിയോറിറ്റി ലെവലില്
ആദ്യം വരുന്നവരിലേക്ക് ആണ് ഈ ഒരു നോൺ വർക്കിംഗ് ഇൻകം എത്തുന്നത്. ആദ്യം വരുന്നവരിലേക്ക് 3 ആപ്ലിക്കേഷൻ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്ന ആളുകളെ എല്ലാം കമ്പനി ഒരു സിംഗിൾ ലൈനിലേക്ക് പ്ലേസ്മെന്റ് ചെയ്യും. അപ്പൊ ആദ്യം വരുന്നവരൊക്കെ ആ ലൈനിലേക്ക് ക്യൂയിലേക്ക് എൻട്രി ആകും. ആദ്യം വരുന്നവരൊക്കെ ആ ക്യൂയിലേക്ക് എൻട്രി ആകും. അപ്പോ C0 ലെവലുള്ള ആൾക്കാണ് അത് കിട്ടുക. 3 ടൈമിലായിട്ടാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ആദ്യം കിട്ടുന്നത് ഒരു 12,000 രൂപയായിരിക്കും, രണ്ടാമത് കിട്ടുന്നത് ഒരു 60,000 രൂപയാണ്, മൂന്നാമത് ഒരു 240, ടോട്ടൽ 312 ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. അത് C0 ലെവലില്. അപ്പോൾ ആദ്യം കടന്നു വരുന്നവർ അവിടെ ഇരിക്കുന്നു, ക്യൂവിൽ എൻട്രി ആകുന്നു. എങ്കിൽ ഇതിന്റെ സ്പീഡ് എങ്ങനെയെന്നറിയോ? ഇതിന്റെ കറക്കം എങ്ങനെയെന്നറിയോ? ഈ കമ്പനിയിൽ ഈ പ്രോഗ്രാമിലേക്ക് ഫാമിലി യൂസറായിട്ട് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ആളുകൾ ഈ കമ്പനിയിൽ 3 പ്രൊഡക്റ്റ് 3 ആപ്ലിക്കേഷൻ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്ന ആ സ്പീഡിനനുസരിച്ച് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. നോൺ വർക്കിംഗ് ഇൻകം കിട്ടുന്നതിന്റെ സ്പീഡ് ഒരിക്കലും കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മൾ 3 ആപ്ലിക്കേഷൻ നമ്മുടെ പേരിൽ തന്നെ മേടിക്കുകയാണ്, വാങ്ങിക്കുകയാണ്. നമുക്ക് ബിസിനസ് ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനും. അങ്ങനെ 3 എണ്ണം ഒരുമിച്ച് വാങ്ങിക്കുന്ന സമയത്ത് നമുക്കൊരു ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് 2000 രൂപ. കറക്റ്റ് അല്ലേ? 2000 രൂപ. കാരണം ഫസ്റ്റ് ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നു, അതിന്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഓരോന്നും കൂടി വാങ്ങിക്കുന്നു. അങ്ങനെ 3 എണ്ണം വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ ഫാമിലി യൂസർ ആകുന്നത് നമ്മുടെ പേരിൽ തന്നെ. അപ്പൊ അങ്ങനെ 3 എണ്ണം ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു 2000 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടല്ലോ. ആ ക്യാഷ് ബാക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്കാണ് ഈ നോൺ വർക്കിംഗ് ഇൻകം കിട്ടുന്നത്. നേരെ മറ്റേ 2000 രൂപ ക്യാഷ് ബാക്ക് നമ്മൾ മേടിക്കുകയാണെങ്കിൽ, നമ്മൾ അക്കൗണ്ടിലേക്ക് എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തില്ല? ഈ നോൺ വർക്കിംഗ് ഇൻകം കിട്ടുന്നതല്ല. അതെല്ലാം സിസ്റ്റം നമ്മുടെ സൈറ്റിലുണ്ട്. നമുക്ക് സെലക്ട് ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈം മാത്രം കേട്ടോ. അല്ല ഏതെങ്കിലും കാലത്ത് ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്നില്ല. ആ ക്യൂയിലേക്ക് എൻട്രി ആയി കഴിഞ്ഞാൽ പിന്നെ 2000 നമുക്ക് കിട്ടുന്നതല്ല. നോൺ വർക്കിംഗ് ഇൻകം സമയമാകുമ്പോൾ അത് കിട്ടിക്കോളൂ. നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അഥവാ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് വേണം? നോൺ വർക്കിംഗ് ഇൻകം വേണോ അതോ ക്യാഷ് ബാക്ക് 2000 വേണോ? 2000 വേണമെങ്കിൽ കൊണ്ടുപോകാം. അവർക്ക് നോൺ വർക്കിംഗ് ഇൻകം ഇല്ല. അല്ല 2000 ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സ്പീഡിനനുസരിച്ച്, കറക്കത്തിനനുസരിച്ച്, ഫാമിലി യൂസർ കടന്നു വരുന്നതിന്റെ സ്പീഡിനനുസരിച്ച് നമ്മളിലേക്ക് കിട്ടും. ഇന്ന് ഒരുപാട് ആളുകൾ കിട്ടിയവരുണ്ട് കേട്ടോ. 12,000 കിട്ടിയ ആളുകൾ ഇഷ്ടം പോലെയുണ്ട്, നമുക്ക് കാണിക്കാൻ പറ്റും. അതേപോലെ തന്നെ 60,000 കിട്ടിയ ആളുകളുണ്ട്. ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. കൃത്യമായി സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. വർഷങ്ങൾ ടൈം എടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയാണ്, വീണ്ടും എടുത്ത് പറയാണ്, ഇത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത്, അല്ലെ? ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഒരു സംഭവമുണ്ട്, ഒരു 15,000 രൂപ, ഒരു 14,500 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു, ഒരു നോൺ വർക്കിംഗ് ഇൻകം കിട്ടും, അല്ലെ? 3,12,000 എങ്ങനെ കൊടുക്കുക, അല്ലെ? അത് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. അവർക്ക് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ കേൾക്കണം, ഫുള്ളായിട്ട് കേൾക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം, എന്നിട്ട് ക്ലിയർ ചെയ്യണം. എന്നിട്ട് വേണം ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് പോകുന്നത്, വരുന്നത്, കൊടുക്കുന്നത്, കിട്ടുന്നതൊക്കെ നമ്മൾ പഠിക്കണം. എന്നിട്ട് വേണം നമുക്ക് നല്ലതാണെങ്കിൽ ചെയ്യാം, നല്ലതെങ്കിൽ ചെയ്യാതിരിക്കുക, അല്ലെ? ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങൾ. ഒന്നും അറിയാതെ ഇതെന്നല്ല ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല ആരും എവിടെയും. എങ്കിൽ നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യാണ്. അങ്ങനെ ബിൽഡ് ചെയ്യുമ്പോ, നമ്മൾ ടീം കടന്നുകൊണ്ടിരിക്കുമ്പോ, നമ്മൾ ലീഡർഷിപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോ, കമ്പനി നേരത്തെ ഞാൻ പറഞ്ഞില്ല 400-ൽ നിന്ന് 600-ലേക്ക് എത്തുന്നു. നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യുക, വീണ്ടും കാശ് കൊടുക്കുക, ഒന്നും വേണ്ട. നമ്മുടെ ബിസിനസ് ബിൽഡ് ആകുന്നതിനനുസരിച്ച് നമ്മൾ ഡയറക്റ്റ് 2 പേരെ, അതിൽ ഒരാള് റൈറ്റിലും ഒരാള് ലെഫ്റ്റിലും ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ആ 2 പേര് കമ്പനിയിലെ 1ാമത്തെ റാങ്ക് അച്ചീവർ ആയിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ടെങ്കിൽ, അന്ന് മുതൽ അവരുടെ സ്പോൺസർക്ക് 400 ഉള്ളത് 440 ആയിരിക്കും ഇൻകം. 2ാമത്തെ റാങ്കിലേക്ക് എത്തിച്ചാൽ 480 ആകും. 3ാമത്തെ റാങ്കിലേക്ക് 2 പേരെ എത്തിച്ചാൽ 520 ആകും. 4ാമത്തെ റാങ്കിലേക്ക് എത്തിച്ചാൽ 560 ആകും. 5ാമത്തെ റാങ്കിലേക്ക് എത്തിച്ചാൽ 600 രൂപ ആയിരിക്കും. അന്ന് മുതൽ 400 ഉള്ളത് 600. 10,000
ലിമിറ്റ് പറഞ്ഞില്ലേ, അത് 15,000 രൂപ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് ഈ ബിസിനസ്സിൽ ഒരു കോർ കമ്മിറ്റി മെമ്പർ ആവാനുള്ള അവസരമുണ്ട്, ഒരു CCM ആവാനുള്ള അവസരമുണ്ട്. ആരും ഒരുപാട് ലക്ഷങ്ങളും കോടികളുടെ ബിസിനസ് ഒന്നും കൊണ്ടുവന്നിട്ടല്ല അതിലേക്ക് എത്തുന്നത്. ശ്രദ്ധിച്ചോളൂ, നമ്മൾ ഒരു ഫാമിലി യൂസറായിട്ട് കടന്നു വരുന്നു. നമ്മൾ ഒരു ഫാമിലി യൂസറായിട്ട് കടന്നു വരുന്നു. നമ്മൾ വന്നതിന് ശേഷം നമ്മൾ നേരിട്ട് ഡയറക്റ്റ് 10 പേരെ ഫാമിലി പാക്കേജ് കൊണ്ടുവന്നാൽ, 10 പേരെ കൊണ്ട് 3 ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യിപ്പിച്ചാൽ നമ്മൾ CCM ആകുന്നു, കോർ കമ്മിറ്റി മെമ്പർ ആകുന്നു. നമുക്ക് കിട്ടുന്ന വരുമാനം എന്താണ്? നമുക്ക് കിട്ടുന്ന റഫൽ ഇൻകം, ലെവൽ ഇൻകം, നമുക്ക് കിട്ടുന്ന ടീം ബിൽഡിംഗ് കമ്മീഷൻ, അങ്ങനെ ടോട്ടൽ ഒരു മാസത്തിൽ എത്ര രൂപയാണോ കിട്ടുന്നത് അതിന്റെ 5% മന്ത്ലി ഇൻകം ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ആ റീചാർജിലൂടെ കമ്പനിക്ക് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, ആ വരുമാനത്തിന്റെ 10% ഈ പറയുന്ന കോർ കമ്മിറ്റി മെമ്പേഴ്സിന് ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയുണ്ട്. മൊബൈൽ റീചാർജ് ഇപ്പൊ കയറി നിന്നുണ്ട്. ഇപ്പൊ നമ്മൾ 10 പേരെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 പേർക്ക് കൊടുത്തതിന്റെ സെയിൽസ് കമ്മീഷൻ നമുക്ക് കിട്ടുന്നുണ്ട് 10 × 800. ആ 10 പേരുടെ ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ് നമുക്ക് കിട്ടുന്നുണ്ട്, അതിന്റെ ടീം ബിൽഡിംഗ് കമ്മീഷൻ കിട്ടുന്നുണ്ട്, അതിന്റെ ഇൻസെന്റീവ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്നുണ്ട്. 10 പേരെ റെഫർ ചെയ്തതിനുള്ള ബെനിഫിറ്റ് സ്പോട്ടിൽ കിട്ടിക്കഴിഞ്ഞു, പിന്നെ കാത്തിരിക്കുകയാണ് ഇതൊക്കെ. ഇത് കൂടാതെ കമ്മിങ് സൂൺ ഒരു സേവ് കാർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അതിൽ നിന്നും കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഈ കോർ കമ്മിറ്റി മെമ്പേഴ്സിന് എൻജോയ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് കടന്നു വരാം. ഇപ്പോൾ 15 പേരാണ്, 16 പേരായി ഇപ്പോ ഈ ഒരു സിസ്റ്റത്തില് CCM-ലുള്ളത്. എല്ലാവർക്കും ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് കടന്നു വരാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. വെറും 10 പേരെ മാത്രം ഇപ്പോൾ ഫാമിലി പാക്കേജ് കൊടുത്താൽ നമുക്ക് CCM ആകാം. ഓക്കെ, എങ്കിൽ നമുക്ക് DCM ആവാനുള്ള ഒരു അവസരം കൂടി തരികയാണ്. DCM എന്താണ്? നമ്മൾ ഒരു കോർ കമ്മിറ്റി മെമ്പർ ആയിട്ട് 10 പേരെ കോർ കമ്മിറ്റി മെമ്പർ ആക്കിയിട്ടുണ്ടെങ്കിൽ, ഡയറക്റ്റ് നേരിട്ട് കൊണ്ടുവന്ന 10 പേര് കോർ കമ്മിറ്റി മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പനിയുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ DCM ആവാൻ പറ്റും. കിട്ടുന്ന വരുമാനത്തിന്റെ 10% മന്ത്ലി ഇൻകം ആയിട്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, അതേപോലെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യവും ഫുൾ ലൈവാണ്. നമുക്ക് ഇവിടെ സെയിൽസ് കമ്മീഷൻ കിട്ടിയ ആളുകളുണ്ട്, അതേപോലെ തന്നെ ഈ പറയുന്ന ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ് കിട്ടിയ ആളുകളുണ്ട്. ഒരേ ഒരാളെ റഫൽ ചെയ്തിട്ട് ഇപ്പോ 65,000, 70,000, 80,000 ഒക്കെ വെറും 10 രൂപ, 20 രൂപ, 30 രൂപ അങ്ങനെ കിട്ടിയ ആളുകൾ ഈ സിസ്റ്റത്തിലുണ്ട്. നോക്കണം നിങ്ങൾ. അതേപോലെ തന്നെ കൃത്യമായി ശ്രദ്ധിച്ചോളൂ, നമുക്ക് ടീം ബിൽഡിംഗ് കമ്മീഷൻ കിട്ടിയ ആളുകളുണ്ട്, ലക്ഷങ്ങൾ വാങ്ങിച്ച ആളുകളുണ്ട് ടീം ബിൽഡിംഗ് കമ്മീഷൻ. അതേപോലെ തന്നെ നമുക്ക് റാങ്കിന്റെ ഇൻസെന്റീവ്, 7 റാങ്ക് വരെ ഇൻസെന്റീവ് വാങ്ങിച്ച ആളുകൾ ഈ കമ്പനിയിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്ലബ് ബോണസ് മേടിച്ച ആളുകളുണ്ട്, അതേപോലെ നോൺ വർക്കിംഗ് ഇൻകം കിട്ടിയ ആളുകളുണ്ട്. ഇതെല്ലാം ഫുൾ ലൈവാണ്. അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റ് ഫുൾ ലൈവാണ്. ഞാൻ പറഞ്ഞ മിനി വെബ്സൈറ്റ് ഇല്ലേ, അത് ഫുൾ ലൈവാണ്. അതേപോലെ എല്ലാം ഫുൾ ലൈവായിട്ട് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം. ഈ കമ്പനി വളരെ പ്ലാനോട് കൂടി ഒരു സേവ് കാർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കമ്മിങ് സൂൺ സേവ് കാർട്ട്. അതിൽ ഒരുപാട് ഐറ്റംസ് പ്രൊഡക്റ്റുകളൊക്കെ വരുമ്പോൾ ഗ്രോസറി ഐറ്റംസ് അല്ല, അതല്ലാത്ത ഒരുപാട് ആവശ്യമുള്ളതും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഈ ഒരു ആപ്ലിക്കേഷനിൽ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത ആളുകളും അവരിലൂടെ ആയിരിക്കും അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അതിലൂടെ കിട്ടുന്ന വരുമാനവും നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഈ കമ്പനി കൊണ്ടുവരികയാണ്. എങ്കിൽ ശരിക്കും നമുക്ക് അവിടെ എൻജോയ് ചെയ്യാം. അപ്പൊ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ ഒരു 500 പർച്ചേസ് പോയിന്റ് തരുന്നില്ലേ? അതേപോലെ തന്നെ നമുക്ക് ആക്റ്റീവ് യൂസർ ആകുമ്പോൾ 4,500 പർച്ചേസ് പോയിന്റ്. അതേപോലെ തന്നെ നമുക്ക് ഫാമിലി പാക്കേജ് എടുക്കുമ്പോൾ 14,500 പർച്ചേസ് പോയിന്റ്. ഇതൊക്കെ ഈ കാർട്ടിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. നമുക്കിപ്പോ റഫൽ ചെയ്യുമ്പോൾ 100 പർച്ചേസ് പോയിന്റ് കിട്ടും. എത്ര പേരാണെങ്കിലും ഫ്രീ ആയിട്ട് റഫൽ ചെയ്യുമ്പോൾ നമുക്ക് 100 പർച്ചേസ് പോയിന്റ് കിട്ടും. അവരൊക്കെ ഏതെങ്കിലും കാലത്തെ ആക്റ്റീവ് യൂസർ ആകുമ്പോൾ നമുക്ക് 500 പർച്ചേസ് പോയിന്റ് കിട്ടും. എപ്പോ ആവുകയാണെങ്കിലും, ഏത് ടൈമിലാണ് അവർ ആക്റ്റീവ് ആവുന്നത്, അപ്പൊ നമുക്കൊരു 500 പർച്ചേസ് പോയിന്റ് കിട്ടും സ്പോൺസർക്ക്.
ഇനി അതല്ല, ഒരു ഫ്രീ യൂസറായിട്ട് കടന്നു വന്നിട്ട് നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി നല്ലതാണ്, ചെയ്യാം, കാശുണ്ടാക്കാം എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ ആക്റ്റീവ് ചെയ്യുകയാണെങ്കിൽ, ആക്റ്റീവ് യൂസർ ആവുകയാണെങ്കിൽ, ഒരു വൺ ടൈം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കമ്പനി നമുക്കൊരു 4000 പർച്ചേസ് പോയിന്റ് തരും. ഇനി അതല്ല, ഒരാഴ്ച കൊണ്ട് നമുക്കൊന്നും മനസ്സിലായില്ല, 14 ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയാൽ, മനസ്സിലാക്കാൻ പറ്റിയാൽ കമ്പനി നമുക്കൊരു 2000 പർച്ചേസ് പോയിന്റ് തരും. എത്ര? 2000. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നില്ല. ഇതാണ് പർച്ചേസ് പോയിന്റ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ 26ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ്. 100% ജെനുവിൻ ആയിട്ടുള്ള MySaving.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാൽ ഇതിന്റെ ലീഗൽ പർപ്പസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. MySaving.in. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കേട്ടു നമ്മള്. ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്കൊക്കെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. ഞാൻ അതിന്റെ ഒരു ചെറിയൊരു കാര്യം പറയാം. ഇന്ന് 5.25 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഒക്കെ പ്ലേ സ്റ്റോറിലുണ്ട്. 5.25 കോടി ജനങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട്. വെറും മണി മാനേജ്മെന്റ് മാത്രം. മണി മാനേജ്മെന്റ് മാത്രം. വെറും 4 ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ് പ്ലേ സ്റ്റോറിലുണ്ട്. അതിന്റെ പ്രൈസ് എത്രയെന്നറിയോ? 8700 രൂപ. എത്രയാണ്? 8700. 4 ഫീച്ചേഴ്സ്. ആർക്കും ഒരു റെഫർ ചെയ്ത 5 കാശ് കിട്ടൂല. ആ കമ്പനി എൻജോയ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഓഫർ തരും. ബസ്. വെറും 4 ഫീച്ചേഴ്സ് പ്ലേ സ്റ്റോറിലുണ്ട്. 5.25 കോടി ജനങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, 16ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. വെറും 3999 പ്ലസ് GST. അതുകൂടാതെ മിനി വെബ്സൈറ്റ് തരുന്നുണ്ട്. അതുകൂടാതെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൂടാതെ പർച്ചേസ് പോയിന്റ് ഉണ്ട്. അതുകൂടാതെ ഫ്രീ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയാൽ റീചാർജിന്റെ ലെവൽ ഇൻകം 2%, 20 ലെവൽ ഉണ്ടെങ്കിൽ ആരോടും പോയി പറഞ്ഞൂടെ, കൊടുത്തൂടെ? പേഴ്സണൽ മാനേജ്മെന്റ് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ഇനി നമുക്ക് ഇതിന്റെ പ്ലാൻ കേട്ടു. എങ്ങനെ പോയാൽ ഇംഗത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ബിസിനസ് പ്ലാന്. അതേപോലെ തന്നെ നമുക്ക് വേൾഡ് വൈഡ് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാം. ബിസിനസിന് വേണ്ടി ഒരു പൈസ പോലും ഒരാളും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട. ഈ പ്രോഗ്രാമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വരുന്നതല്ല. നമ്മൾ ഈ പ്രോഗ്രാം, ഈ ഒരു IT കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കണമെങ്കിൽ, വർക്ക് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഫ്രീ യൂസർ ആയിട്ട് വരിക, അല്ലെങ്കിൽ ആക്റ്റീവ് യൂസർ ആയിട്ട് വരിക, അല്ലെങ്കിൽ ഫാമിലി യൂസർ ആയിട്ട് വരിക. അതിനുള്ള സ്റ്റെപ്പാണ്. ആക്റ്റീവ് യൂസർ ആണെങ്കിൽ കമ്പനിയുടെ സ്വന്തമായ ആപ്ലിക്കേഷൻ നമ്മൾ വാങ്ങിക്കണം, പർച്ചേസ് ചെയ്യണം. ഫാമിലി യൂസർ ആയിട്ട് നമ്മൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ കമ്പനിയുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് 3 നമ്മൾ പർച്ചേസ് ചെയ്യണം. ആവശ്യക്കാർക്കും അത്യാവശ്യക്കാർക്കൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം, നമുക്ക് തീരുമാനിക്കാം എന്ത് വേണം, എങ്ങനെ വേണം, എപ്പോ തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ച്. അതേപോലെ തന്നെ നമ്മൾ ബിസിനസ് ചെയ്താൽ ബിസിനസ് ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി തരുന്നത്. ഫാസ്റ്റ് പേ ഔട്ട് ആണ്. ഇന്ന് റെഫർ ചെയ്താൽ അതിന്റെ റെഫർ ലിങ്കും അതിന്റെ ടീം ബിൽഡിംഗ് കമ്മീഷനൊക്കെ കമ്പനി നെക്സ്റ്റ് ഡേ അക്കൗണ്ടിലേക്ക് വരും. ഓട്ടോമാറ്റിക് പേ ഔട്ട് ആണ്. നമ്മൾ വിഡ്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്നും വെയിറ്റ് ചെയ്ത് കാത്തിരിക്കൊന്നും വേണ്ട. ബാങ്ക് ടൈമിൽ നമുക്ക് വന്നോളും. ഓക്കെ. നമ്മുടെ ഇൻസെന്റീവും ലെവലിംഗും, ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവും, അതേപോലെ തന്നെ ക്ലബ് ബോണസ് എല്ലാം നമ്മുടെ നോൺ വർക്കിംഗ് ബിങ്കോ ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ബുധനാഴ്ചകളിലാണ് അച്ചീവ് ചെയ്യുന്ന ആളുകൾക്ക്, കിട്ടാനുള്ള ആളുകൾക്കൊക്കെ കിട്ടും. എല്ലാം ഫുൾ ലൈവ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി ഏറ്റെടുക്കുക. ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റീചാർജിന്റെ ഒരു കാര്യം കാണിക്കാന്നുള്ളത്, അതും കൂടി പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. ഇപ്പോ ഈ ഒരു സ്ക്രീൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സ്ക്രീനിൽ ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്നു. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു വന്നിട്ടുള്ള 1 or 2 ആളുകളുടെ ഇപ്പോ ടൈമിനനുസരിച്ച് നോക്കാം നമുക്ക്. ഇപ്പൊ ഇതില് റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ റീചാർജ്, ലെവലിംഗ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. റീചാർജ്, ലെവലിംഗ്, ലെവൽ വൈസ് റിപ്പോർട്ട്, റീചാർജ്, വിഡ്രോ, മൈ റീചാർജ് ഒക്കെ കാണിക്കുന്നില്ലേ? അപ്പൊ ഇതില് നമുക്ക് നോക്കാം. റീചാർജ് ലെവലിംഗ് ഇതാ.
20 ജനറേഷനിലാണ് നമുക്ക് റീചാർജിന്റെ ഇൻകം കിട്ടുക എന്ന് പറഞ്ഞു. 20 ലെവലില്. ഇപ്പൊ ഒന്നാമത്തെ ലെവലിൽ നമ്മൾ ചാർട്ടിലൊക്കെ നോക്കിയാൽ നമുക്ക് കണ്ടിട്ടുണ്ടാകും എന്താണ് ചെറിയ ചെറിയ കാശ് അല്ലെ, 14 പൈസ 28 പൈസ. ഇവിടെ ഒന്നാമത്തെ ലെവലിൽ തന്നെ 20 രൂപ, രണ്ടാമത്തെ ലെവലിൽ 31 രൂപ, മൂന്നാമത്തെ ലെവലിൽ 46 രൂപ, നാലാമത്തെ ലെവലിൽ 32 രൂപ, ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അക്കൗണ്ടിലേക്ക് 250 രൂപ ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നോളും. ഇതാണ് റീചാർജിന്റെ കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് വളരെ കൃത്യമായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് കാണിച്ചു തരും സിസ്റ്റം. അപ്പൊ ഇതില് ഓരോ ദിവസം നമുക്ക് വരുന്ന എമൗണ്ടുകൾ ഇപ്പൊ ഇതിൽ കാണിക്കുന്നു. 3-ാം തീയതി, 2-ാം തീയതി, 1-ാം തീയതി, 30-ാം തീയതി, 29-ാം തീയതി, 28-ാം തീയതി, 27-ാം തീയതി, 26-ാം തീയതി കിട്ടുന്ന എമൗണ്ടുകളാണ് ഈ കാണിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇസാഫ് ബാങ്കിക്ക് വരുന്ന എമൗണ്ടുകൾ കണ്ടോ. ഇന്നത്തെ എമൗണ്ട് 1,229, ഇന്നലെ 36,675, മിനിയാന്ന് 31,994. ഇങ്ങനെ ഓരോ ദിവസം 8,000 ആയിട്ടും 2,000 ആയിട്ടും. കാരണം ഇത് നമ്മളൊരു 4, 5, 10 പേർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു, അതിലൂടെ കിട്ടുന്നു ഇൻകം. ഇതിങ്ങനെ ഓരോ സ്ലൈഡ്, ഓരോ ഭാഗം ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും ഓരോ ദിവസത്തെ ഇൻകം ഡെയിലി വരുന്നത്. ഓരോ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ ഡേ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കും. ഓരോരുത്തരുടെ ഡേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം. ഇത് TDS അതേപോലെ തന്നെ അഡ്മിൻ ചാർജ് കട്ട് ചെയ്തിട്ട് വരുന്ന എമൗണ്ട് ആണ് കേട്ടോ. ഓക്കെ, അഡ്മിൻ ചാർജ് വരുന്നത് നമുക്ക് 3%, TDS 5%. ഓക്കെ, താങ്ക് യു. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക. എല്ലാ ലൈവുള്ള ഒരു കാര്യമാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ കൃത്യമായിട്ട് പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഞാൻ ക്ലോസ് ചെയ്യാണ്. ആർക്കെങ്കിലൊക്കെ സംസാരിക്കാൻ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ആൾ.